പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനെയും സെലൻസ്കിയെയും ഞെട്ടിച്ചിരിക്കുകയാണല്ലോ. അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയുണ്ട്. എന്താണ് കാര്യം? അതെ, അത് വളരെ നിർണായകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഉക്രൈൻ്റെ വിദേശകാര്യമന്ത്രി ആന്ദ്രി സൈബിഹ മോദിയുടെ പ്രസ്താവനയെ അപലപിച്ചു. മോദി നടത്തിയ പ്രസ്താവന ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ് ഉക്രൈൻ്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. സംഭവം എന്തെന്നറിയോ? കാരണം മോദി കടുത്ത ഭാഷയിൽ ഉക്രൈനെ അപലപിച്ചു. നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ വീട് ആക്രമിച്ചിരിക്കുന്നു. അങ്ങനെ പുടിൻ്റെ വീടൊന്നും ആക്രമിക്കാൻ പറ്റില്ല. അതൊന്നും ശരിയായ നിലപാടല്ല. ഇതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു യുദ്ധവിരാമം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പുടിൻ്റെ വീടിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്നത് ഞെട്ടിക്കുന്നു. ഞങ്ങൾ റഷ്യയുടെ കൂടെയാണ്, പുടിൻ്റെ കൂടെയാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി. ഇതാണ് വലിയ തിരിച്ചടിയായി ഇപ്പോൾ സെലൻസ്കിക്ക് മാറിയിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. സെലൻസ്കിയും ട്രംപും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാന റൗണ്ട് ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് നാടകീയമായി റഷ്യ വെളിപ്പെടുത്തിയത്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ നോവ്ഗോറോഡ് എന്ന് പറയുന്ന മേഖലയിലുള്ള വീടിന് നേരെ ആക്രമണം നടന്നു. അത് ടെറർ അറ്റാക്കാണ്, ഭീകരാക്രമണമാണ്, ഉക്രൈൻ നടത്തിയ ഭീകരാക്രമണമാണ് എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? പുടിൻ പറഞ്ഞിരിക്കുന്നു, ക്രെംലിൻ പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ലോങ് റേഞ്ച് ഡ്രോണുകളാണ് വന്നത്. ഒന്നും രണ്ടുമല്ല, 91 ലോങ് റേഞ്ച് ഡ്രോണുകൾ പുടിൻ്റെ വീടിന് നേരെ പറന്നു വന്നു. റഷ്യൻ ആർമി, റഷ്യൻ സൈന്യം അതെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്തു, തകർത്ത് കളഞ്ഞു. അപ്പം റഷ്യയുടെ പ്രസിഡൻറ്റിൻ്റെ നേർക്ക് ഈ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ഡ്രോണുകൾ പറപ്പിച്ചു വിട്ടു എന്നുള്ള ഗുരുതരമായ ആരോപണം റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, അത് കള്ളം പറയുകയാണ്. ഈ ചർച്ച അട്ടിമറിക്കാൻ വേണ്ടി റഷ്യ പറയുന്ന കളവാണ് എന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയനെയും മറ്റ് രാജ്യങ്ങളെല്ലാം ചേർത്ത് സെലൻസ്കി അതിനെ പ്രതിരോധിക്കാൻ നിൽക്കുമ്പോഴാണ് രണ്ട് പക്ഷത്തുമില്ല എങ്കിൽ പോലും റഷ്യയോട് തന്നെയാണ് നമ്മുടെ മമത. പുടിനുമായിട്ടുള്ള ബന്ധമൊന്നും ഉക്രൈനുമായിട്ട് നമുക്കില്ല. മാത്രമല്ല, നേരത്തെ റഷ്യയിൽ പോയതിന് ശേഷമാണ് മോദി ഉക്രൈനിലെത്തിയപ്പോൾ ഇയാളുടെ അപക്വമായ ചില നിലപാടുകൾ മോദിയെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം അവിടെ പോയിട്ടാണ് ഇവിടെ വരുന്നത് എന്ന തരത്തിലുള്ള ചില ഡയലോഗുകളൊക്കെ ഇയാൾ വിടുകയുണ്ടായി. ഓർക്കുന്നില്ലേ, ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇയാൾ ഒരു ടീഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് ട്രംപിൻ്റെ അടുത്ത് കാണാൻ പോയതും ട്രംപ് കാലെ വാരി നിലത്തടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഇയാൾക്ക് ഈ ഉക്രൈൻ ടെലിവിഷനിലെ ഒരു കോമാളി വേഷം കെട്ടി അഭിനയിക്കുന്ന ഒരാളായിരുന്നു സെലൻസ്കി. മോശപ്പെട്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിനെ പോലെയുള്ള മഹാന്മാരായ നടന്മാരൊക്കെ ഹാസ്യ വേഷങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിലും ഒരു പക്വതയില്ലാതെ പെരുമാറുന്ന ഒരാളാണ് സെലൻസ്കി. അയാൾ എന്തും ചെയ്യും, അതിൻ്റെ വീണ്ടും വിചാരങ്ങൾ എന്തെന്ന് ഓർക്കുന്നില്ല, അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അന്ന് ട്രംപുമായിട്ടുള്ള മീറ്റിങ്ങിൽ ട്രംപിനോട് ചാടിക്കടിക്കാൻ പോയി ഒരു ടീഷർട്ട് ഇട്ട് സംസാരിക്കുന്നു. ട്രംപ് അവസാനം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഊടുപാട് ചീത്ത വിളിച്ച് ഇയാളെ അപമാനിച്ചു വിട്ടത്. അതിനുശേഷം പിന്നീട് പോയി കണ്ട് മാപ്പ് അപേക്ഷിക്കുകയും ട്രംപിനോട് ക്ഷമ പറയുകയൊക്കെ ചെയ്തു സെലൻസ്കി. എന്ന് പറയുന്നത് പോലെ ഇയാൾ നടത്തിയിട്ടുള്ള അപക്വമായ ഒരു പെരുമാറ്റം അന്ന് മോദിയെ ചൊടിപ്പിക്കുകയുണ്ടായി. കാരണം മോദി വരുമ്പോഴല്ല പറയേണ്ടത്, അത് നമ്മൾ എവിടെ ഏത് രാജ്യത്ത് പോകണം എന്നുള്ളത് നമ്മുടെ ആദ്യം എവിടെ പോകണം, ആരുടെ വീട്ടിൽ കയറണം എന്നുള്ളത് നമ്മളല്ലേ തീരുമാനം. രണ്ടുപേരുടെ വീടിരിക്കുന്നു, രണ്ടുപേരും തമ്മിൽ ശത്രുക്കളാണ്. അതിൽ മൂന്നാമതൊരാൾ രണ്ടുപേരുമായിട്ട് സൗഹൃദമുള്ള ഒരാൾ വരുമ്പോൾ അതിൽ ആരുടെ വീട്ടിൽ കയറണം എന്നുള്ളത് അയാളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളതിൽ റഷ്യയിൽ പോയി പുടിനെ കണ്ടു, പുടിനുമായിട്ട് മോദി ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രങ്ങൾ വന്നു. അതിനുശേഷം ഉക്രൈനിലെത്തിയത് സെലൻസ്കിക്ക് പിടിച്ചില്ല. അതായിരുന്നു ആ ഡയലോഗ് ഉണ്ടായത്. അതിനുശേഷം കാര്യമായി ഉക്രൈൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടാറില്ല, ഇവൻ മേടിച്ചോട്ടെ എന്ന ലൈനിലാണ് നമ്മൾ നിന്നത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ വലിയ തോതിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സെലൻസ്കിയും ടീമും വല്ലാതെ പരിഭ്രാന്തരാണ്. അത് കാരണം പരിഭ്രാന്തരാവാനുള്ള കാരണം ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. മോദി പറഞ്ഞതിന് തൊട്ട് മുമ്പ് ട്രംപിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. കാരണം ഞങ്ങൾ പുടിൻ്റെ വീടൊന്നും ആക്രമിച്ചിട്ടില്ല, ഈ ചർച്ചകൾ യുദ്ധവിരാമം അട്ടിമറിക്കാൻ വേണ്ടി പുടിൻ പറയുന്ന കള്ളത്തരങ്ങളാണ് എന്ന് സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. ട്രംപ് ചോദിച്ചതെന്നറിയാം, എന്താണ് സെലൻസ്കി പറയുന്നത്? എന്നോട് ആരാണ് ഇതേക്കുറിച്ച് പറഞ്ഞതെന്നറിയാവോ? ഞാനിപ്പോൾ പുടിനോട് സംസാരിച്ചു. പുടിൻ എന്നോട് പറയുന്നു എൻ്റെ വീടിന് നേരെ ഉക്രൈൻ ഭീകരാക്രമണം നടത്തിയെന്ന്. അതുകൊണ്ട് ആരോടാണ് നിങ്ങൾ ഇനി ഇത് പറയാൻ പോണത്? എന്നോട് പറഞ്ഞത് ആരാണ്? പുടിനാണ് എന്ന് പറഞ്ഞ് നീ പറയുന്നതല്ലടാ ചക്ക, എനിക്ക് പുടിൻ പറയുന്നതാണ് വിശ്വാസമെന്ന് ട്രംപ് പറയുകയാണ്. പിന്നെ അതത്ര നല്ല കാര്യമൊന്നുമല്ല. അവർ ഒഫൻസീവിലാണ്. ഒന്നാമത് ഒരു ഒഫൻസീവ് മൂഡിൽ നിൽക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവൻ കയറി അടിച്ച് നിന്നെ പെരുക്കും കേട്ടോ.
നിനക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കാരണം ട്രംപ് ഭംഗ്യന്തരേണ ട്രംപ് സമ്മതിച്ചിരിക്കുന്നു എന്ത്, ഉക്രൈൻ വിട്ട ഡ്രോണുകൾ പുട്ടിൻ്റെ ഔദ്യോഗിക വസതിക്ക് നേരെ പറന്നു വന്നു. 91 ഡ്രോണുകൾ അയക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? യുദ്ധം തന്നെയല്ല, ആ ആളെ തകർക്കണം, കൊല്ലണം എന്നുള്ള ഉദ്ദേശമാണ്. ഒരെണ്ണം വന്നാൽ പറയാം അബദ്ധത്തിന് വന്നാൽ ഞങ്ങളുടെയല്ല. 91 വരുമ്പോൾ ഒന്ന് പിഴച്ചാൽ മറ്റൊന്ന് ലക്ഷ്യം കാണണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ ഏറ്റവും കരുത്തരായ രാജ്യങ്ങളിലൊന്ന് നമ്മൾ പറയും അമേരിക്കയാണ് യുദ്ധസന്നാഹത്തിൽ സൈന്യത്തിലൊക്കെ 1-ാം സ്ഥാനത്തെന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ആണവശേഷിയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ 100-300 ആണവായുധങ്ങൾ കൂടുതലുണ്ട് എന്നാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ കണ്ടെത്തൽ. ആർക്ക്? സോവിയറ്റ് യൂണിയൻ, റഷ്യക്ക്. അത് കടലിലും കരയിലും ഒക്കെ ആയിട്ട് ഇവരെ എല്ലാ സന്നാഹവും റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി റഷ്യ ആകെ തകർന്നു പോയാൽ പോലും അവർ സെറ്റ് ചെയ്തിരിക്കുന്ന പെരിമീറ്റർ സംവിധാനമുണ്ട്. കാരണം രഹസ്യ സ്ഥലങ്ങളിൽ ഭൂമിക്കുള്ളിലും കടലിനുള്ളിലും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്ന ആണവായുധങ്ങൾ റഷ്യ മുഴുവൻ ബോംബിട്ട് തകർത്താലും അത് ഓട്ടോമാറ്റിക്കായി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തകർക്കാൻ തരത്തിലുള്ള സംവിധാനത്തിലാണ് റഷ്യ ഉള്ളത്, പെരിമീറ്റർ എന്ന് പറയുന്നത്. ആ പെരിമീറ്റർ സംവിധാനം ഉണ്ടെന്ന് പുടിൻ സമ്മതിച്ചിട്ടുണ്ട്. അത്ര വലിയൊരു മെഗാ പവറിൻ്റെ നേരെ ഇവർ ഡ്രോൺ ആക്രമണം നടത്തി. ഇത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. റഷ്യയെ സംബന്ധിച്ച് വലിയ പരാജയമാണ്. കാരണം ഈ ഉക്രൈനിൽ നിന്ന് ഡ്രോണുകൾ പറന്ന് പുട്ടിൻ്റെ വീടിൻ്റെ മുകളിൽ വരെ വന്നു എന്നല്ല ഇതിനർത്ഥം. എന്നാൽ പോലും ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് ഡ്രോണുകൾക്ക് റഷ്യൻ അതിർത്തിയിലേക്ക് കയറാൻ പറ്റി. മുമ്പൊരിക്കലുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? അതായത് ട്രക്കുകൾ പോകുന്നു, ട്രക്കുകളെത്തി റഷ്യയുടെ അകതിർത്തി കയറിയ ട്രക്കുകളുടെ മേൽക്കൂര തുറക്കുന്നു, എന്നിട്ട് അതിനകത്ത് ഡ്രോണുകൾ പറന്നു പോകുന്നു. അങ്ങനെ ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി. അപ്പോൾ റഷ്യക്കകത്ത് ചില വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ഉക്രൈന് കഴിയുന്നുണ്ട്. ചില റഷ്യയുടെ പട്ടാള തലവന്മാർ, ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഒരു ജനറൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്തരം ചില സംഭവങ്ങൾ ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ലോകത്തിന് മുന്നിൽ സെലൻസ്കിയുടെ നിർദ്ദേശാനുസരണം ഉക്രൈനിൽ നിന്നുള്ള ഭീകരർ, കാരണം ടെറർ അറ്റാക്ക് എന്നാണ്, ഉക്രൈൻ സ്പോൺസേഡ് ടെറർ അറ്റാക്ക് എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്, റഷ്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ കൊല്ലാൻ ഉദ്ദേശിച്ചു. ആരെ? പുടിനെ കൊല്ലാൻ ഉദ്ദേശിച്ചു. അതിന് പകരം എന്താണ്? തിരിച്ചാരെ? സെലൻസ്കിയെ തീർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിലേക്ക് യുദ്ധവിരാമത്തിന് വേണ്ടി ട്രംപ് ശ്രമിക്കുന്നതിന് മുമ്പ് സെലൻസ്കിയെ തട്ടാനുള്ള ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തുനിന്ന് എസ്കലേറ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യക്ക് വളരെ എളുപ്പമാണ്. റഷ്യ ചെയ്യുന്നത് റഷ്യയുടെ പ്രധാനപ്പെട്ട പരിപാടി നടന്നു പോകുന്ന വഴിക്ക് ഒരു സൂചിക്കൊരു കുത്ത്, ഇങ്ങനെയൊക്കെയാണല്ലോ. പലയിടത്തും പല നേതാക്കന്മാരും കൊല്ലപ്പെടുന്നത്. റഷ്യയുടെ ഏജൻറ്റുമാർ ചെല്ലുക, ആളെ കാണുമ്പോൾ ഒന്ന് തട്ടുമ്പോഴേ വിഷം ഇഞ്ചക്ട് ചെയ്യുക, ഇങ്ങനെ പലതരത്തിലുള്ള റഷ്യൻ ഓപ്പറേഷൻസ് ഉണ്ട്, സിനിമകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യക്ക് സെലൻസ്കിയെ കൊല്ലാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും പുടിൻ അത് ഗൗനിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നറിയോ? സെലൻസ്കിയുടെ കാലാവധി കഴിഞ്ഞു. സെലൻസ്കി ഇപ്പോൾ പ്രസിഡൻ്റല്ല. പ്രസിഡൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പ്രസിഡൻ്റ് കസേരയിൽ ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇവൻ ആരുവാ എന്നാണ് ഇപ്പം പുടിൻ ചോദിക്കുന്നത്. എന്നാലും ട്രംപിന് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് മറ്റേ നോബൽ സമ്മാനം ഒന്നും മേടിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്ത്യ അതിനകത്ത് ഇടപെട്ടത്, മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. മറ്റ് രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ യൂറോപ്യൻ യൂണിയൻ അടക്കം, നാറ്റോ രാജ്യങ്ങളടക്കം സെലൻസ്കിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടകീയമായി അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സെലൻസ്കി കളവ് പറയുകയാണ്. പുടിൻ പറയുന്നതാണ് എനിക്ക് വിശ്വാസമെന്ന് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുക. എന്നോട് ആരാണിത് പറഞ്ഞതെന്നറിയാമോ? ഞാനിപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ, ഈ കളി ശരിയല്ല എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ കൂടെ ചേർന്നിട്ട് മോദിയും പറയുന്നു, സെലൻസ്കി അങ്ങനെ കളിക്കണ്ട കേട്ടോ, കൂടുതൽ കളിച്ചാൽ ഞങ്ങൾ റഷ്യയുടെ കൂടെയാണ് എന്നുള്ളൊരു സന്ദേശം വളരെ ക്ലിയറായിട്ട് ഇന്ത്യ കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ യുദ്ധത്തിൽ സെലൻസ്കി എക്കാലത്തും പറയുന്നത് നമുക്ക് റഷ്യയോടൊരു മൃദു സമീപനമുണ്ട് എന്ന് സെലൻസ്കിക്ക് ആക്ഷേപമുണ്ട്. ഇപ്പോൾ മൃദു സമീപനം വിട്ടിട്ട് ഞങ്ങൾ റഷ്യയുടെ കൂടെയാണ്, പുടിന് നേരെയുള്ള ഒരു കൈയേറ്റത്തെ, ആക്രമണ ശ്രമത്തെ, വധശ്രമത്തെ ഇന്ത്യ അങ്ങനെ അംഗീകരിക്കില്ല, അതിന് കൂട്ടുനിൽക്കില്ല എന്ന് പറയുന്നത്. ഇത് ആലോചിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഷാങ്ഹായ് ഉച്ചകോടി അല്ലേ SCO ഉച്ചകോടി നടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മോദിക്ക് നേരെ ഒരു വധഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓറസ് കാറിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ മോദിയെ കയറ്റി 42 മിനിറ്റോ 45 മിനിറ്റോ ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുന്ന മറ്റ് ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കണം. കാരണം മോദിക്ക് നേരെ ഒരു ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് വിവരം കിട്ടിയിട്ട് രക്ഷിച്ചത് റഷ്യൻ പ്രസിഡൻ്റാണ് എന്നുള്ള ഒരു അഭ്യൂഹം, ഒരു കഥ കുറേ കാലമായി ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. അതേ തുടർന്നാണ് പെട്ടെന്ന് റഷ്യൻ പ്രസിഡന്റിനെ കൊല്ലാനായിട്ട് സെലൻസ്കി തീരുമാനിച്ചു എന്ന് വരുമ്പോഴും ഒന്നും ആലോചിക്കാതെ നിന്ന നിൽപ്പിൽ മോദി പരസ്യമായി വന്നിട്ട് അങ്ങനെ കളിക്കണ്ട, പുടിനെ തൊട്ടാൽ
വിവരം അറിയും എന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നരേന്ദ്രമോദി വന്നിരിക്കുന്നത്. ഇത് പുട്ടിനല്ല, ട്രംപ് പറഞ്ഞതിനേക്കാളും വലിയ ചർച്ചയായി ഇപ്പോൾ ലോകത്ത് മാറിയിരിക്കുന്നത് ഇന്ത്യയുടെ നിലപാടാണ്, മോദിയുടെ നിലപാടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 2 മാസം പൂർത്തിയാവുകയും കൂടിയാണ്. എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.